ജീവിതത്തിൽ എപ്പോഴും ഒരു പ്ലാനിങ് വേണമെന്ന് ആഗ്രഹിക്കാനേ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ ആഗ്രഹിച്ച പോലത്തെ ഒരു പ്ലാനിങ്ങിലൂടെ ജീവിതം മുന്നോട്ട് പോകണമെന്ന് നമുക്കൊരിക്കലും നിർബന്ധം പിടിക്കാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു ഒട്ടും പ്ലാനിങ് ഇല്ലാത്ത ഒരു ദിവസത്തെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. പുറത്തേക്ക് തൊട്ടടുത്ത് തന്നെയുള്ളൊരു മോളിലേക്കാണ് ആദ്യം പോകുന്നത്. നമുക്ക് നേരെ ഒരു ഓട്ടോ ഊബറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരെ ഒരു ഓട്ടോ ഊബർ എടുത്ത് നമ്മൾ 3 പേരും കൂടി അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഈ RCT മോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ളൊരു ഇൻഡോർ സ്പേസിംഗ് ഉള്ളൊരു മോൾ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം സ്റ്റോറുകളും എല്ലാ തരം ബ്രാൻഡ്സും അവൈലബിൾ ആണ്. പിന്നെ ഫുഡ് കോർട്ടിൻ്റെ കാര്യം പറയുകയും വേണ്ട, എല്ലാ തരം ഫുഡും അവൈലബിൾ ആണ്. തീംഡ് ആയിട്ടുള്ള പല രീതിയിലും അടിപൊളിയായിട്ട് അവർ ഓരോ കാര്യങ്ങൾ ഇൻഡോറിൽ ചെയ്തിട്ടുണ്ട്. Yeah. No. Floor only. ഇത് അടിച്ചു വാരി പൊക്കാനും പെടുന്ന പാട്. അമ്മേ എടാ, ഇതെല്ലാം അടിച്ചു വരാൻ ചൂലിന്റെ വേറെ പൊടി ഉണ്ടാവും പകുതി. പോയിട്ടുണ്ടാവും. അവസാനം മോളിൽ വന്ന് ഫുഡ് കഴിച്ചിട്ട് പൈസ കൊടുക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ മോള് കംപ്ലീറ്റ് തുടപ്പിക്കുകയാണ് ഇവിടെ ഒരാളെ. ഓ അയ്യ, പറയിപ്പിച്ചു ഇവിടെ വന്നിട്ട് തുടപ്പിക്കുക. സംഭവം കൊള്ളാം, നന്നായിട്ട് തുടക്കുന്നുണ്ട്. വീട്ടിലൊരു കുഞ്ഞപ്പൻ്റെ ആവശ്യമുണ്ട്. കൊള്ളാം അല്ലേ? അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട് അപ്പോ? എല്ലാവരുടെയും മുടിഞ്ഞ സെയിൽ നടക്കുക. നമ്മൾ ഹാംലീസിൽ പോയായിരുന്നു, പക്ഷെ ഒന്നും വാങ്ങിച്ചില്ല. വൈദേഹിക്ക് ഹോവർ ബോർഡ് വേണമെന്ന് പറഞ്ഞിട്ട് അതുവരെ അവിടെ ഉണ്ടായിരുന്നില്ല. മുംബൈയിൽ ആക്ച്വലി കുറച്ചുകൂടെ നല്ല ഒരു സ്റ്റോർ ആയിരിക്കണമായിരുന്നു. ബാംഗ്ലൂരൊക്കെ ആണെങ്കിൽ നമുക്ക് ചോദിക്കുന്ന സാധനം അവരില്ലാന്ന് എന്തായാലും പറയില്ല, അതിൻ്റെ ഒരു പീസെങ്കിലും ഉണ്ടാവും. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്ന മിനിസോലാണ്. സോ എല്ലാവരും അറിയുന്നൊരു ബ്രാൻഡായിരിക്കും അല്ലേ? നല്ല ക്യൂട്ട് ആൻഡ് നൈസ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നൊരു സ്പോട്ടാണ്. സോ നൈസ്. ഇത് നിനക്ക് എത്രയാണ്? ഓ, 100 rupees. മോശമില്ലല്ലോ, കാണാനല്ലേ? നല്ല ഭംഗിയില്ലേ? കൊള്ളാലോ, കുറേ സംഭവങ്ങളുണ്ട്. ₹60. സോ ഗുഡ്. ക്യൂട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ സ്കെച്ചേഴ്സിൽ പോയിട്ടുണ്ടായിരുന്നു ശ്രീശാന്തിന് ഷൂസ് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവനവിടെ നിന്നൊന്നും ഇഷ്ടമായിട്ടില്ല, അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ പ്യൂമയിലങ്ങോട്ട് പോയിട്ട് ഒറ്റയ്ക്ക് പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ വീഡിയോ ഇല്ല. എല്ലാവർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങി. സോ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ഹാഫ് വേയിൽ നിർത്തി വെച്ചിട്ട് നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കോർട്ടിൽ വന്നിട്ടുണ്ട്. നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി എവിടെയാണ് നല്ലത് നോക്കി തപ്പി നടക്കുക. ഒറ്റ തട്ട് ഈ സാധനം ഒക്കെ കൂടെ തലയിൽ വീഴും. ഇപ്പോൾ മെക്കഫേയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നല്ലൊരു കിഡിലം ബർഗേഴ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൈസൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ എന്താ കഴിക്കുന്നതെന്ന് ഓർഡർ ചെയ്തിട്ട് വരാം. ഈ മീലാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, കൊക്കക്കോള ഉണ്ട്, അല്ലെങ്കിൽ എന്ത് സോഫ്റ്റ് ഡ്രിങ്ക് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ബർഗേഴ്സാണുള്ളത്. എന്തായാലും നല്ല പ്രതീക്ഷയുണ്ട്, നല്ല ഫുഡാവും. ഹായ് ഹായ് ഹായ്, ഹലോ.
സമാധാനം തിന്ന ഇൻട്രോവേർട്ട് യാപ്പു. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, ഒന്നും പറയാനില്ല. യാപ്പു എങ്ങനെയുണ്ട്? നമ്മളിതാ ഇപ്പം മിസ്റ്റർ DIYയിലേക്ക് പോവാണ്. അവിടെ എന്തൊക്കെ കിട്ടും നമുക്കൊന്ന് നോക്കിയാലോ. അതുപോലെ തന്നെ ക്യൂട്ട് ആൻഡ് നൈസ് ആയിട്ടുള്ള ബഡ്ജറ്റായിട്ട് കിട്ടുന്ന കുറച്ചുകൂടെ സാധനങ്ങളാണ്. മിനിസോനെക്കാട്ടിലും കുറച്ചുകൂടി റേറ്റ് കുറവാണ് DIYയിലേക്ക് വരുമ്പോൾ. പിന്നെ കുറേ സാധനങ്ങളുണ്ട്. ഹൗസ് ഹോൾഡ് ഐറ്റംസും ഡെക്കറേറ്റീവ് പീസസ് തന്നെയാണ് മെയിനായിട്ട് വരുന്നത്. ഇതേപോലത്തെ സ്റ്റാൻഡൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ 500 ഒക്കെ വരും. ഇതാ ഗ്രീൻ മാറ്റ് 50% ഓഫ് ഉണ്ട്. 1450 ഉള്ളൂ. കൊള്ളാം. ഫ്ലവർ സെറ്റ് 400 rupees. നല്ല സോഫ്റ്റ്, നല്ല സോഫ്റ്റ്. സാരില്ല, എടുത്തോ. വേണോ? സോഫ്റ്റ് ഐസ് ഇഷ്ടമില്ല? ക്യാൻഡിൽ വെക്കാം. എന്നാ വേണ്ടേ? എവിടെ? പ്ലേസ് മാറ്റ് ഉണ്ട് 99 rupees. റിയലി ഗുഡ്, നല്ലതാ. ഇതിനൊക്കെ 105 ഒക്കെ ഉള്ളത്. മറ്റേ ഇതും ഐസ് ട്രേസും ജെല്ലി ട്രേസ് ഒക്കെ അല്ലേ അല്ലേ? ഇതൊക്കെ ഐസ് ട്രേസ്, നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ? നല്ല ഭംഗിയുണ്ട്. എന്താ പറഞ്ഞു? ധാരാളം മുദ്ര. അയ്യോ നോക്ക്, 47 rupees ഫോർ ദിസ് ഷോപ്പർ. 47 രൂപയോ? മാറിപ്പോയതാണോ? അല്ല, ഇത് വേറെയാടാ. മോളിലൊക്കെ 130, 150 അങ്ങനെയൊക്കെയാണ് വരുന്നത്. മിൽക്ക് ഫ്രോക്ക് പക്ഷെ കുഴപ്പമില്ല, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ. ഇതൊക്കെ എന്താ ഗ്ലാസ്? ഇതും പ്ലാസ്റ്റിക് ആണ്. ഇതും പ്ലാസ്റ്റിക് ആണ്. നീ കുടിക്കോ? അതെന്താ പിന്നെ? ഞാൻ കുടിച്ചോളൂ, നീ കുടിക്കോ? കിണറ്റിലെ വെള്ളം മുഴുവൻ വേണ്ടി വരും നിറയ്ക്കണമെങ്കിൽ തന്നെ. പക്ഷെ ഇതില്ലേ, ഈ സാധനം റെസ്റ്റ് ചെയ്ത് പോകും പെട്ടെന്ന്, മൂടി പോയി പോകും. ജാർ ഇതെന്തിനാണ് പേരെഴുതിയിട്ട് ഇങ്ങനത്തെ? ഇതെന്തിനാ യൂസ് ചെയ്യാം? ഇത് ജ്യൂസ് ഗ്ലാസ് അല്ലേ? ഇത്രയേ ഉള്ളൂ. കൊള്ളാലോ. ഇതുപോലത്തെ ഒന്ന് എൻ്റെ അടുത്ത് ഐക്യയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പല പല വെറൈറ്റി ഓഫ് സംഭവങ്ങളുണ്ട്. കണ്ടാൽ നമുക്ക് തന്നെ തോന്നും ഇതൊക്കെ എന്താ സാധനം എന്ന് മനസ്സിലാവുക പോലും ഇല്ല. അത്രയും വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതാ ഗുളിക ഇട്ട് വെക്കാൻ മറ്റേ ബോക്സ് വരെ ഉണ്ട് ഇവിടെ. പലതരം ടൂത്ത് പേസ്റ്റ്, ടൂത്ത് ബ്രഷ്, പിന്നെ കുറേ ടൈപ്പ് ഓഫ് മിറേഴ്സ്. നൈസ്. നോക്കിങ്ങോട്ട്. ഐലാഷ് എക്സ്റ്റെൻഡർ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. കുറേ കമ്മലുകൾ, ബ്രേസ്ലെറ്റ്സ്, എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എടുത്തോ അത് നീ? നെക്ലേസ്, ഇയറിംഗ്സ്. അവിടുന്ന് നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. അവിടുത്തെ ഒരു ക്വാളിറ്റി അത്ര അങ്ങോട്ട് നല്ലതാണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ വലിയ അങ്ങോട്ട് വാങ്ങിക്കണം തോന്നിയില്ല, ഒരു ഫീല് കിട്ടിയില്ല. അപ്പോൾ അവിടുന്ന് നേരെ ഇറങ്ങിയിട്ട് പിന്നെ ശ്രീശാന്തിന് എന്തോ ബുക്സ് എന്തോ നോക്കണം എന്ന് പറഞ്ഞിട്ട് അതിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ബുക്ക് സ്റ്റോളിലാണ് പോയിട്ടുണ്ടായിരുന്നത്.
ഞാനും ബുക്കുമായിട്ട് അത്ര വലിയൊരു ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ടൈമിൽ മൊത്തം ഫ്രീ ആയിരുന്നു. ഇങ്ങനെ തേരാപ്പാര നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഐക്യയിലോട്ടാണ്. RCT മോൾ തന്നെയുള്ളത്. അതിൻ്റെ വീഡിയോസ് ഓൾറെഡി അപ്പായിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് കാണാൻ. ഒരുപാട് നല്ല നല്ല പ്രൊഡക്ട്സൊക്കെ കാണിക്കുന്നുണ്ട്. ഒത്തിരി സെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര ചീപ്പായിരുന്നു. ആദ്യം വാങ്ങിച്ച സാധനം തന്നെ ഇപ്പം പകുതിയെക്കാട്ടിലും കുറവിലൊക്കെയാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ വീഡിയോസ് ആരും മിസ് ചെയ്യരുത്, എന്തായാലും പോയിട്ട് കാണുക. അപ്പോൾ അവിടെ ഇരുന്ന് അവിടുത്തെ പ്രോഡക്റ്റ്സൊക്കെ ഒന്ന് നോക്കി അങ്ങനെയൊക്കെ എൻജോയ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് തന്നെ പിള്ളേർക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഒത്തിരി നേരമായല്ലോ നടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വിശപ്പിന് മാത്രം ഒരു പരിധി ഉണ്ടായിരുന്നില്ല. ഗായ്സ്, നമ്മൾ വീണ്ടും ഫുഡ് കോർട്ടിൽ വന്നിരിക്കുകയാണ്. സെക്കൻഡ് വേർഷൻ. വിശന്നു. ഈ ഷോപ്പിംഗ് ഐക്യ സംഭവങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വിശന്നു അല്ലേ? വിശന്നാ? നേരത്തെ ഹെവി ആയിട്ട് കഴിച്ചുകൊണ്ട് തന്നെ ഈ ടൈം നമ്മൾ ചാട്സ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ചട്ടോറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജെയിൻ ഒരു സ്പോട്ടായിരുന്നു. അത് മോളിൻ്റെ അകത്ത് തന്നെയുള്ള ചാട്സ് കഴിക്കേണ്ടത് ഒത്തൻറ്റിക്കലി നമ്മൾ പുറത്തുനിന്നാണ് കഴിച്ചാലാണ് ആ ഒരു ഒത്തൻറ്റിക് ഫ്ലേവർ കിട്ടുള്ളൂ. പക്ഷേ ഇത് അവിടുന്ന് കഴിക്കാൻ തോന്നിയോണ്ട് ജസ്റ്റ് 1-2 സാധനങ്ങൾ വാങ്ങിച്ചു. ഷോളെ ഭട്ടൂരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാവ് ഭാജി പാനിപൂരിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഭട്ടൂരെ, ചായ്, പാവ് ഭാജി, യാപ്പു. ഇതോടെ ചോദിച്ചു പറ്റും കൊണ്ടിട്ട് എന്നിട്ട് മാറ്റി തരാം. പ്ലീസില്ലേ? പാവ് ഭാജി എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. ഷോളെ ഭട്ടൂരെ നല്ലതായിരുന്നു. പാനിപൂരി വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞാൽ. കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചായ നല്ല അബദ്ധമായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് വെസ്റ്റ് സൈഡിലേക്കാണ്. അപ്പോഴത്തേക്ക് എല്ലാവരുടെ ശ്വാസവും തീർന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടെ എത്തിയല്ലേ, അതും കൂടെ കഴിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ഒന്നും കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഫോണിലെ ചാർജൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ റൂമിൽ വന്ന് ഫ്രഷായി ഡിന്നർ കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ടാ. മോർ മുംബൈ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.